എന്തായാലും പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അല്പം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് സംസാരിച്ചത്. വലിയ പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ നമ്മുടെ ഒരു സൈനിക ശക്തിയെ വെളിപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഇനി ഒരുപാട് ചർച്ചകൾ നടക്കാനുണ്ട്. പ്രതിപക്ഷം ഒരുപാട് കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുകയും ചെയ്യും. സഭയിലേക്ക് സ്പീക്കർ എത്തുന്നു. श्री कनाद पुरकायस्थ। Sri Kanad Purkayasth represents the state of Assam in the Rajya Sabha. He hails from Barak Valley. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ട്. അനൂപ്, ശ്രീ സദാനന്ദൻ മാസ്റ്റർ കൂടി ഇന്ന് രാജ്യസഭയിൽ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്. എത്ര അംഗങ്ങൾ ഇന്ന് പുതുതായി എത്തുന്നുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഇരു സഭകളിൽ? In education, literature and social issues, Shri Kanad Purkayasth. അനൂപ്, കേൾക്കാമോ? कनाद पुरकायस्थः यः राज्यसभाया सदस्यत्वेन निर्वाचितः अस्मि ईश्वरस्य नाम्ना सपे यद् अहं വിധിനാ സ്ഥാപിതം സംസ്കൃതത്തിലാണ് സംവിധാനം പ്രതി അസമിൽ നിന്നുള്ള ബിജെപി അംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ പുതിയ അംഗങ്ങളെ ക്ഷണിക്കുകയാണ് രാജ്യസഭയിലേക്ക് സത്യപ്രതിജ്ഞ പുരോഗമിക്കുന്നത്. ഗ്രഹീതും അഹം ഉദ്ദാതോസ്മി തസ്യ കർത്തവ്യാനി ശ്രദ്ധാപൂർവകം നിർവക്ഷ്യാമി. അനൂപ്, കേൾക്കാമോ? കേരളത്തിൽ നിന്നുള്ള അംഗവും കൂടി ശ്രീ സദാനന്ദ മാസ്റ്റർ കൂടി ഇന്ന് രാജ്യസഭയിൽ എത്തുകയാണ്. എത്ര പേരാണ് ഇന്ന് പുതുതായി രാജ്യസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഇരു സഭകളിലെയും വിവരങ്ങൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങളെല്ലാം എത്തി. സഭാധ്യക്ഷന്മാർ ഇപ്പോൾ അംഗങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആളുകളുണ്ട് രാജ്യസഭയിൽ. ഒപ്പം തന്നെ ലോക്സഭയിലാണെങ്കിൽ അംഗങ്ങളിൽ പലരുടെയും പിറന്നാളുണ്ട്. അതെല്ലാം അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സി സദാനന്ദൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിൽ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. പുതിയ 8 ബില്ലുകൾ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ബില്ലാണ്. രാജ്യത്തിന്റെ കായിക നയം നിശ്ചയിക്കുന്ന കുറേയേറെ കായിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുള്ള ബില്ലാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. ആ ബില്ലാണ് പ്രധാനമായും പരിഗണനയ്ക്ക് വരുന്നത്. ഒപ്പം തന്നെ മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ബില്ലുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇൻകം ടാക്സുമായിട്ടും ബന്ധപ്പെട്ട ബില്ല് കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടതാണ്. അത് വീണ്ടും പരിഗണനയ്ക്ക് വന്ന് ഇത്തവണ പാസ്സാക്കാൻ സാധ്യതയുണ്ട്. ഇതിനപ്പുറത്തേക്ക് പെഹൽഗാമിലെ ഭീകരാക്രമണം, അതിൻ്റെ കൂടെ ഭീകരാക്രമണത്തിന്റെ സമയത്ത് സുരക്ഷ ഉണ്ടായിരുന്നില്ല അവിടെ എന്ന വലിയ ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യ സഖ്യ എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയം, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ബുൾഡോസർ നടപടി, ഒപ്പം തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ചർച്ച വേണമെന്ന് ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്നുണ്ട്. തുടക്കത്തിലുള്ള ഈ സത്യപ്രതിജ്ഞ ചടങ്ങും ഒപ്പം തന്നെ ജന്മദിനത്തിനുള്ള ആശംസ അർപ്പിക്കലും കഴിഞ്ഞാൽ ഈ വിഷയം ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യ പാർട്ടികളുടെ തീരുമാനം. എന്തായാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. രാജ്യത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുകയും 8 പുതിയ ബില്ലുകൾ പരിഗണിക്കുന്നത് ഉൾപ്പെടെ 17 ബില്ലുകളാണ് ഈ സമ്മേളന കാലയളവിൽ സഭ പരിഗണിക്കുക. ആകെ 21 ദിവസം സഭാ സമ്മേളനം ചേരാനാണ് ഇപ്പോഴത്തെ ആലോചന. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് രാജ്യസഭയുടെ കാര്യോപദേശക സമിതി യോഗവും 2:30 ലോക്സഭയുടെ കാര്യോപദേശക സമിതി യോഗവും ചേരും. ഈ യോഗത്തിൽ വെച്ചിട്ടാണ് ഈ സമ്മേളന കാലയളവിൽ എന്തൊക്കെ വിഷയമാണ് പരിഗണിക്കേണ്ടത് എന്നത് സംബന്ധിച്ച അജണ്ട നിശ്ചയിക്കുക. എന്തായാലും സമ്മേളന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇരു സഭകളുടെയും അധ്യക്ഷന്മാർ ഇപ്പോൾ. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. അദ്ദേഹം സഭയിലേക്ക് എത്തുന്നതിൻ്റെയും മറ്റുള്ളവരുമായി സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.
കേരളത്തിൽ നിന്നുള്ള മറ്റ് രാജ്യസഭാ അംഗങ്ങളെ അടക്കം അദ്ദേഹം കാണുന്നു, സംസാരിക്കുന്നു. ശിവദാസൻ എം പിയെ നമുക്ക് കാണാൻ കഴിയും സ്ക്രീനിൽ. വലിയ രാഷ്ട്രീയ വ്യത്യാസമുള്ള, രാഷ്ട്രീയ ആശയപരമായ വ്യത്യാസമുള്ള ആളുകളാണ്. C. Sadanandan Master, a retired teacher, devoted social worker. He embodies resilience, integrity, and a life of dedicated public service. After losing his both legs in a brutal act of political violence in 1994, he remained steadfast in his pursuit of peace and national commitment. He worked as master or mashai. He has emerged as a guiding light against ideological extremism and has been an inspiration through his contributions to education, public life, and intellectual discourse. Sri C. Sadanandan Master. ഞാൻ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. തൊണ്ണൂറ്റിനാലിലെ സംഭവ പരമ്പരകളടക്കം അവതരിപ്പിച്ചുകൊണ്ടാണ് സി സദാനന്ദന്റെ പാർലമെന്റിലെ അവതാരിക ജഗദീപ് ധൻകർ ഉദ്ധരിക്കുകയും ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, തുല്യം ചാർത്തുകയാണ്, ചുമതല ഏറ്റെടുക്കുകയാണ്. മലയാളത്തിൽ സത്യവാചകം ചൊല്ലിയാണ് അദ്ദേഹം രാജ്യസഭാംഗമായി ഇപ്പോൾ ഒപ്പിട്ട് ചുമതല ഏറ്റെടുക്കുന്നത്.